ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. അപ്പോൾ ഇത് നമ്മുടെ ഈ ചാനലിൽ ഒരു പുതിയ തുടക്കം എന്ന് പറയാം. അതായത് ഞാൻ ഈ ചാനലിൽ പുതിയതായിട്ട് ഒരു ചാപ്റ്റർ ഓപ്പൺ ചെയ്യണം. വേറെ ഒന്നുമല്ല, ഇത്ര നാൾ നമ്മൾ ഈ ചാനലിൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായെങ്കിലും ഒട്ടും കൺസിസ്റ്റൻസി ഇല്ല. അതായത് പറയാനാണെങ്കിൽ ഒരു 10 വീഡിയോയിൽ അടുപ്പിച്ചിട്ടിട്ടില്ല. ആകെ 10-15 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഇടാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ പോയാൽ പറ്റില്ല. എന്തായാലും ഒരു ഇതായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു ചാനലിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത 30 ദിവസത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാം, ഒരു ചലഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു. ചലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്, കാരണം ചാനൽ ഗ്രോ ചെയ്യണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങണം അന്ന് തൊട്ട് അടുത്ത 30 ദിവസത്തേക്ക് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ ഞാൻ ശ്രമിക്കും. അതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നാളെ തൊട്ട് എല്ലാ ദിവസവും 5 മണിക്ക് ഇടണം എന്നാണ് ആഗ്രഹം. അത് നടന്നില്ലെങ്കിൽ പോലും എന്താ പറയുക, എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നുണ്ട് 30 ദിവസത്തേക്ക്. അപ്പോൾ നമ്മുടെ ചാനലിലെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേ കണ്ടൻസ് ആയിരിക്കും. നിങ്ങൾക്ക് കോസ്റ്റ്യൂം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതും പിന്നെ അതിൽ തന്നെ നമ്മുടെ OG ആയിട്ടുള്ള വൺ പീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോണം. അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മറ്റ് ആനിമേസ് ചെയ്യണം, പക്ഷേ ഞാൻ കൂടുതൽ അങ്ങനെ ഓവർ ആനിമേസ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറ നിങ്ങൾക്ക് ഏത് ആനിമേഷനാണ് കൂടുതൽ കണ്ടൻറ്റ് കാണാൻ താല്പര്യം. അപ്പോൾ എനിക്കത് ചെയ്യാമല്ലോ. പിന്നെ രണ്ടാമത്തെ 3 കാറ്റഗറി ആയിരിക്കണം നമ്മുടെ ചാനലിൽ വീഡിയോസ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒന്ന് ആനിമേ, ഫസ്റ്റ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി, അതിൽ തന്നെ വൺ പീസ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിനിമ, കാരണം സിനിമയും കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ സിനിമാസ് ആയിരിക്കും നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ പ്രയോറിറ്റി. പിന്നെ മൂന്നാമതായിട്ട് K-ഡ്രാമാസ് ഉണ്ടല്ലോ, എനിക്കതും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കാരണം ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അതിന്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 3 നമ്മുടെ കാറ്റഗറി ആയിട്ട് വന്നത്. അതായത് ഫസ്റ്റ് ആനിമേ, പിന്നെ സെക്കൻഡ് സിനിമ മൂവീസ്, തേർഡ് K-ഡ്രാമ. അപ്പോൾ K-ഡ്രാമ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞത് ആകെ കുറച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ആരെങ്കിലും കാണുന്നവർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഏതാണ് അടിപൊളി കമൻറ്റിൽ പറയുകയാണെങ്കിൽ എനിക്കത് കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ആനിമേസ് കണ്ടൻസൊക്കെ ഞാൻ ചെയ്യുമെന്ന് ഉദ്ദേശിച്ചെങ്കിലും ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യലല്ല കേട്ടോ നമ്മുടെ കണ്ടൻറ്റ്. എന്ന് വെച്ചാൽ അത് ചെയ്യണം, ഒരുപാട് അടിപൊളി കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഓൾറെഡി. എനിക്ക് അങ്ങനത്തെ കണ്ടൻസ് ചെയ്യാനല്ല താല്പര്യം. എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ കണ്ടൻസ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഞാൻ വൺ പീസാണ് ഞാൻ പറഞ്ഞത്. വൺ പീസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൂക്കിനെ കുറിച്ച് സംസാരിക്കൽ, നമ്മുടെ സെബക്കിനെ കുറിച്ച് സംസാരിക്കൽ, എൽബാഫാർക്കിനെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പറയൽ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കണ്ടൻസ്. പിന്നെ ഇപ്പോൾ ആനിമേസിൽ ആനിമേ എപ്പിസോഡായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പം ഡെർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ ബോണിയും ലൂഫിയും നിക്ക ഫോമിലേക്ക് വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എക്സ്പെക്റ്റേഷൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായം അത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ തോന്നിയത്, ഹൗ ഐ ഫീൽ വെൻ ഐ വാച്ച്. അത് കണ്ടപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഇമോഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യൽ. പിന്നെ എപ്പിസോഡ് ഇറങ്ങുന്നതിന് മുമ്പ് ആ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എക്സ്പെക്റ്റേഷൻസ് പറയൽ. പിന്നെ സിനിമാസ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കുറേ റിവ്യൂ പറയണ പോലെ എന്ന് പറയാം. അതാകുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. റിവ്യൂ അല്ല, പക്ഷേ റിവ്യൂ ഒക്കെ, അതായത് ഇപ്പോൾ ഒരു എപ്പിസോഡ് കണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നുന്നു. അതായത് കണ്ടന്റ് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അത് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്താണത് പറയാൻ പറ്റണമല്ലോ. പിന്നെ സിനിമാസിനെ കുറിച്ച് അപ്ഡേഷൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ. സിനിമാസ് അപ്ഡേഷൻസ്, സിനിമ കണ്ടിട്ട് റിവ്യൂ. മലയാളത്തിലേക്ക് ഒരുപാട് അടിപൊളി കിടിലൻ പടങ്ങൾ ഇറങ്ങാനുണ്ട്. റീസെൻ്റായിട്ട് ആടൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുമായിരിക്കും. നോക്കാം എന്തായാലും നമുക്ക്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫോക്കസായിട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 30 ദിവസത്തേക്ക് നമുക്ക് കാണാം. അപ്പോൾ പൊക്കോട്ടെ, ശരിയാണ്. ബൈ.